പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ശുഭദിനം. കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ SPC കേഡറ്റുകളുടെ പരേഡ് തത്സമയം സാക്ഷി TV-യിലൂടെ ഇവർക്കും സ്വാഗതം. സല്യൂട്ട് സ്വീകരിക്കുന്നത് ബഹുമാന്യ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ. ഞാൻ ഉത്തരവാദിത്വബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.
ക്ലാസ് വിദ്യാർത്ഥി ആലിയ നസ്റാണ്. ബോയ്സ് പ്ലറ്റൂണിനെ നയിക്കുന്നത് 9ാം ക്ലാസ് വിദ്യാർത്ഥി അഭിമന്യു. ഗേൾസ് പ്ലറ്റൂണിനെ നയിക്കുന്നത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള നന്മ ബിപിയാണ്. അധ്യക്ഷത വഹിക്കുന്നതിനായി PTA പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ മിടുക്കരായ SPC കേഡറ്റുകൾ അവരുടെ പാസിംഗ് ഔട്ട് കഴിഞ്ഞിരിക്കുക. ഇനി അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ്, യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിലേക്കായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട സുധിൻ, നമ്മുടെ സ്കൂളിന്റെ പ്രിയപ്പെട്ട HM പ്രിൻസിപ്പൽ, ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള കടക്കൽ സബ് ഇൻസ്പെക്ടർ, പോലീസ് സേന അംഗങ്ങൾ, നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട SPCയുടെ ചുമതലയുള്ള ബഹുമാനീയനായിട്ടുള്ള അധ്യാപകരെ, പ്രിയമുള്ള മാതൃസമിതിയുടെയും PTയുടെയും വികസന സമിതിയുടെയും ബഹുമാനപ്പെട്ട അംഗങ്ങളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അതിലുപരിയായി ഏറ്റവും സ്നേഹമുള്ള SPC സ്റ്റുഡൻസ്. ഞാൻ ഒരുപാട് ഇന്നലെ മെനഞ്ഞാന്ന് ചിതറയിലുണ്ടായിരുന്നു. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, എത്ര ചിട്ടയായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ പരേഡിനെ നയിച്ചത്. അതിന് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്.
വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത് ഈ പരേഡ് നയിച്ചിട്ടുള്ള പല കുട്ടികൾ, ഞാനിപ്പം ബഹുമാനായിട്ടുള്ള സബ് ഇൻസ്പെക്ടറോട് പറയുകയുണ്ടായി, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചത്, എന്തായാലും ഇതിൽ കുറച്ചുപേര് നമ്മുടെ പോലീസ് സേനയിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നന്നായി പരേഡ് ചെയ്തുകൊണ്ട് വളരെ നല്ല, അതിലുപരിയായിട്ടാണ് ഇവിടെ നൽകിയ പ്രതിജ്ഞ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആ പ്രതിജ്ഞ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ പ്രതിജ്ഞയിലുള്ള വാചകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം എൻ്റെ മക്കൾ നടത്തണം. ഞാൻ ഒരുപാട് കാര്യത്തിലേക്കൊന്നും പറയാൻ കഴിയും. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ മനസ്സൊക്കെ എങ്ങനെയാണ്. നമ്മൾ നമ്മുടെ അച്ഛൻ അമ്മ അവരെ നന്നായി ബഹുമാനിക്കണം. അതിലുപരിയായി അധ്യാപകരെ, നമ്മൾ വന്ന വഴികൾ മറക്കരുത്. നമ്മളുടെ കുടുംബ അന്തരീക്ഷം ഒരിക്കലും മറക്കരുത്. നമ്മളെപ്പോഴും കുറെ ദിവസങ്ങളായി, ഞാനും ഒരു അമ്മയും മുത്തശ്ശിയൊക്കെയാണ്, എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ച ഒരു സംഭവമാണ് വെഞ്ഞാറമൂട് സംഭവം. ആ സ്വന്തം പിതാവ് വന്നു നിന്ന് കരയുന്നതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ പഠിക്കുന്ന കാലത്ത് പഠിക്കുവാനും നമ്മുടെ മാതാപിതാക്കളുടെ വരവുകൾ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സോഴ്സുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ. ഒരിക്കലും മറ്റുള്ള ഒരു ശിഥിലീകരണ ശക്തിയുടെ പുറകിൽ നിങ്ങൾ പോകാതെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സ്നേഹവും, നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട്. കടക്കലെന്ന് പറഞ്ഞാൽ അതിനൊരു പാരമ്പര്യമുണ്ട്. എവിടെ ചെന്നാലും അതിന് അഭിമാനമാണ്. ആ തരത്തിൽ ഇപ്പം തന്നെ ഉത്സവങ്ങളുടെ നാടായ കടക്കൽ തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞു. അത് മാത്രമല്ല, കടക്കൽ വിപ്ലവം ഐതിഹാസികമായിട്ടുള്ള ഏടുകളിൽ എഴുതി ചേർത്തുള്ളതാണ് കടക്കൽ വിപ്ലവം. ആ മണ്ണിൽ നിന്ന് പരേഡ് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ നിലവാരത്തിലേക്ക് ചിട്ടയായ രീതിയിൽ നിങ്ങൾക്ക് പരേഡുകളിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ നന്നായി പരേഡ് ചെയ്യുവാൻ പ്രാപ്തരാക്കിയ പ്രിയപ്പെട്ട പോലീസ് സേനാ അംഗങ്ങളെ പ്രത്യേകം അനുമോദിക്കുന്നു. അതിലുപരിയായി നമ്മുടെ സ്കൂളിന്റെ പാരമ്പര്യം നിലനിർത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോ മക്കളെയും അനുമോദിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. അടുത്തത് ആശംസകൾ. നമ്മൾ വേണ്ട സമ്മാനദാനം എന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. സമയക്കുറവ് ആണ് പ്രശ്നം. എങ്കിലും നമ്മളെ കൂട്ടുകാർ ഇവിടെ നിങ്ങളെ സൂചിപ്പിച്ചല്ലോ, നമ്മളെല്ലാം മനുഷ്യർ എന്ന് പറയുന്ന ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നായി ജീവിക്കുവാൻ വേണ്ടുന്ന, ഒരു സമൂഹമായി ജീവിക്കുവാൻ വേണ്ടുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന, പരസ്പരം സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു പൊതുസമൂഹം ഭാവിയിൽ ഉണ്ടാക്കുവാനുള്ള വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഭാവിയിൽ പോലീസാവാം, ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, ആരോഗ്യ മേഖലയിലെ മറ്റു വിവിധ മേഖലകളിലെത്താം. ചിലപ്പോൾ നിങ്ങൾ കൃഷിക്കാരാവാം, ഇതിൽ നിൽക്കുന്നവർ നല്ല പൊതുപ്രവർത്തകരാവാം. ഇതെല്ലാം ആവുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം മുൻനിർത്തി തന്നെ പോകണം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഈ രാജ്യം ഇന്ന് കീറിമുറിക്കുവാൻ നിൽക്കുന്ന ശിഥിലമായ ദുഷിച്ച രാഷ്ട്രീയ രംഗത്തെ എത്തിപ്പെടാതെ ഒറ്റക്കെട്ടായി ഒരു പൊതുസമൂഹം മുന്നോട്ട് പോകുവാനുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്തിച്ചേരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളെല്ലാം നമ്മളെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയെല്ലാം നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഇടപെടലുകളുടെ ശക്തിയായി നമ്മുടെ ചെറുപ്പം മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ടുള്ള സമ്മാനം ആണ്. ആ സമ്മാനം അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഷിയ സാറിനെ ക്ഷണിക്കുകയാണ്. താഴോട്ടുള്ള നമ്മുടെ പോലീസ് ഓഫീസർ ഉൾപ്പെടെ ആരും ആശംസ അർപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സമയക്കുറവാണ്.
ഷിയാസാനെ ക്ഷണിക്കുന്നു. നമ്മുടെ പരേഡ് കമാൻഡർ നിഹാരിക ഉപഹാരം സ്വീകരിക്കുകയാണ്. നൽകുന്നതിന് വേണ്ടി ആരാധ്യയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നിഹാരികയാണ് ഈ പരേഡിനെ നയിച്ചത്. പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ ആലിയ നസ്റിനെ ക്ഷണിക്കുക. ഈ പരേഡിൽ ഗേൾസ് പ്ലറ്റൂണിനെ നയിച്ച നന്മ ബേബി ഉപഹാരം സ്വീകരിക്കുന്നു. ബ്ലോക്ക് മെമ്പർ ശ്രീ സുബിൻ അവരുകളെ ക്ഷണിക്കുകയാണ്. ബോയ്സ് പ്ലറ്റൂണിനെ നയിച്ചത് അഭിമന്യുവാണ്. ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി അഭിമന്യുവിനെ ക്ഷണിക്കുകയാണ്. അഭിമന്യുവിന് ഉപഹാരം നൽകുന്നത് ബഹുമാനപ്പെട്ട കടയ്ക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജ് സാർ. നമ്മുടെ ഈ പരേഡിൽ ബാൻഡ് നയിച്ചത് ശ്രീ അശ്വന്താണ്. അശ്വന്തിന് ഉപഹാരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ നജീം സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പരേഡിന്റെ പരിശീലകരായിട്ടുള്ള ശ്രീ ബിജു സാറും അൻഷാദ് സാറുമാണ്. നമ്മുടെ മുൻ DI കൂടിയായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ബിജു സാറിന് ഉപഹാരം സ്വീകരിക്കാൻ ക്ഷണിക്കുകയാണ്. SPCയുടെ ADNO കൂടിയായിട്ടുള്ള വിജയകുമാർ സാറിന് ഉപഹാരം കൈമാറുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പരേഡിന്റെ മറ്റൊരു പരിശീലകൻ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ DI കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അൻഷാദ് സാറാണ്. അൻഷാദ് സാറിനെ ഉപഹാരം സ്വീകരിക്കാൻ ക്ഷണിക്കുകയാണ്. ഉപഹാരം നൽകുന്നതിന് പ്രിയപ്പെട്ട SPC ചെയർമാൻ നന്ദനൻ സാറിനെയും MBTയുടെ പ്രസിഡന്റ് ശ്രീമതി രസ്നയെയും ക്ഷണിക്കുക. നമ്മുടെ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുട്ടികളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ SPCയുടെ ജില്ലാ അഡീഷണൽ മേധാവി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട വിജയകുമാർ സാറിനെ ക്ഷണിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ഏറെ ആദരണീയായിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി ലതിക മാഡം, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, ഏറെ അഭിമാനങ്ങളായി എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കേഡറ്റുകളെ,
വളരെ മനോഹരമായ ഒരു പാസിംഗ് ഔട്ടാണ് നിങ്ങളുടെ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, സ്കൂളിലെ SPC യൂണിറ്റിന്റെ ചാർജ് വഹിക്കുന്ന ഷിയാസ് സാർ, ശോഭ ടീച്ചർ, സ്കൂളിന്റെ HM, പ്രിൻസിപ്പൽ എന്നിവരെ പ്രത്യേകം ജില്ലാ പോലീസിന്റെയും ജില്ലാ നോഡൽ ഓഫീസിന്റെയും ആദരവ് അറിയിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള, സഹജീവി സ്നേഹമുള്ള, പൗരബോധമുള്ള, നിയമത്തെ സ്വമേധയാ അംഗീകരിക്കുന്ന ഒരു ഉത്തമ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2010 രൂപീകൃതമായിട്ടുള്ള ഈ പ്രോജക്റ്റ് 2010 നാമമാത്രമായ സ്കൂളുകളിൽ ആരംഭിച്ച് ഇന്ന് 1000-ലധികം സ്കൂളുകളിൽ വളരെ വിശാലമായി പ്രവർത്തിച്ചു വരികയാണ്. ഒരു സുദീർഘമായ പ്രസംഗത്തിനിവിടെ അവസരമില്ല. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ആശംസ അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീരെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ബിനുവണ്ണൻ അടക്കം എല്ലാവരും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, കാര്യം ഇപ്പം തന്നെ കുറച്ച് പേരൊക്കെ തളർന്നു കഴിഞ്ഞു. നിങ്ങൾ വളരെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ പരേഡ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കും നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഈ ഇപ്പോൾ കിട്ടിയ ട്രെയിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വിജയത്തിന് ഉതകട്ടെ എന്ന് മാത്രം പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കടക്കൽ സബ് ഇൻസ്പെക്ടറെ ആദരപൂർവ്വം ക്ഷണിക്കുക. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുട്ടികളെ, കൂടുതലായിട്ട് ഒന്നുമേ പറയാനില്ല. നമ്മുടെ 2 വർഷത്തെ സർവീസ് സേവനം നമ്മൾ പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് കഴിഞ്ഞു. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഈ 2 വർഷം SPC കേഡറ്റ് എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മളുള്ളത്. അപ്പോൾ എന്തെങ്കിലും പോലീസിലുള്ളവർക്കറിയാം, നമ്മൾ പോലീസിൻ്റെ ട്രെയിനിങ് സമയത്ത് കയറുന്ന സമയം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞില്ല, തെറ്റ് പറ്റിപ്പോയതാണെന്ന് പറയും. അതുപോലെയാണ് നിങ്ങളുടെയും. നിങ്ങളിപ്പോൾ പാസിംഗ് ഔട്ട് കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പോലീസ് അല്ലെങ്കിൽ കൂടിയും കുട്ടി പോലീസായി ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ, നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരായാലും കുടുംബത്തിലുള്ളവരായാലും എല്ലാവരും മാതൃകയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇനിയുണ്ട്. ഇനി നമ്മൾ റോൾ മോഡലാണ്, മാതൃകയാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും സമൂഹത്തിലുള്ളവർക്കും നമ്മൾ ഇനി പഠിക്കാൻ ചെല്ലുന്ന മറ്റ് ഉന്നത ക്ലാസുകളിലേക്കായി എവിടെ ചെന്നാലും നമ്മളൊരു SPC കേഡറ്റാണ്. പാസിംഗ് ഔട്ട് കഴിഞ്ഞ നല്ല അത്രയും ടാലന്റുള്ള കുട്ടികളാണ്. എല്ലാത്തരം കഴിവുകളും നേടി, ഫിസിക്കലായാലും ശാരീരികമായാലും മാനസികമായിട്ടുള്ളതും എല്ലാ കഴിവുകളും നേടിയിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ ആ ഒരു പക്വത ഇനി നമ്മൾ കാണിക്കണം. നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പം നമ്മളിവിടെ കാണാൻ സാധിച്ചത്. വളരെ നല്ല രീതിയിൽ, നല്ല എടുത്തു പറയാൻ വാക്കുകളില്ല, അത്രത്തോളം നല്ല രീതിയിൽ 2 വർഷം നമ്മൾ SIയുടെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന അത്രയും മനോഹരമായ രീതിയിൽ തന്നെ നിങ്ങൾ പഠനത്തോടൊപ്പം കുറച്ച് ടൈം ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് ചെയ്ത പാസിംഗ് ഔട്ടിൽ അത്രയും ഭംഗിയായി ചെയ്ത് അതിന് നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അഭിനന്ദനമുണ്ട്. അതോടൊപ്പം അതിനുവേണ്ടി പ്രാപ്തരാക്കിയ എൻ്റെ സ്റ്റേഷനിൽ തന്നെ അൻഷാദ് സാറുണ്ട്, കൂടാതെ മറ്റിവിടുത്തെ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരുണ്ട്, മറ്റ് ടീച്ചർമാരുണ്ട്, പിന്നെ ഇതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള രക്ഷാകർത്താക്കളുണ്ട്, നമുക്കുള്ള ബ്ലോക്കായാലും വാർഡായാലും എല്ലാ മെമ്പർമാരും എല്ലാവർക്കും ഒരിക്കൽ കൂടി കടക്കൽ പോലീസിന്റെ പേരിൽ കൂടി നന്ദി പറയുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ബഹുമാനപ്പെട്ട നിങ്ങളുടെ ടീച്ചർ കൂടിയായിട്ട് ശോഭ ടീച്ചറെ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. വളരെ ആശങ്ക രാവിലെ ഇന്നലെ വൈകുന്നേരം മുതലേ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രതികൂലമായൊരു കാലാവസ്ഥ, ഈ ഒരു കുംഭമാസത്തിലും മഴ പെയ്യുന്ന ഒരവസ്ഥ അത് വല്ലാതെ വിഷമിപ്പിച്ചുവെങ്കിലും ഇപ്പോൾ പ്രകൃതി അനുകൂലമായി നിന്നു. അതുപോലെ മനോഹരമായൊരു പാസിംഗ് ഔട്ട്. ഇപ്പോൾ പോലീസ് സേനാംഗങ്ങളെ സംബന്ധിച്ച് 2 വർഷം ചെയ്യുന്ന പരേഡ് പരിശീലനം നിങ്ങൾ 2 ആഴ്ച കൊണ്ടാണ് ഇത്രയ്ക്ക് മനോഹരമാക്കിയത്. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ സ്കൂളിലെ 14ാമത് ബാച്ചാണ് ഇന്ന് ഇവിടെ നിന്ന് പാസ് ഔട്ടായി ഇറങ്ങുന്നത്.
അപ്പോൾ അന്നും ഇന്നും തമ്മിലുള്ള അന്തരം ഒത്തിരി നമുക്കറിയാം. വിജയകുമാർ സാറും ഞാനും ഒക്കെ ആദ്യമേ ഇതിൽ ഉള്ളതാണ്. അപ്പം നമ്മുടെ കാലത്ത് നമുക്ക് യാതൊരു ബോധവൽക്കരണ ക്ലാസ്സും ഇല്ലാതെ ബോധത്തോടെ പ്രവർത്തിച്ചവരാണ് നമ്മൾ. കാരണം നമുക്ക് കിട്ടേണ്ട, അതായത് വ്യക്തിത്വ വികസനമായാലും ശുചിത്വമായാലും മറ്റ് ആരോഗ്യശീലങ്ങളായാലും നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നോ നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് എത്ര ബോധവൽക്കരണ ക്ലാസ് കിട്ടിയാലും യാതൊരു ബോധവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ SPCയിൽ നിന്ന് ആർജിച്ച എല്ലാ കഴിവുകളും, നിങ്ങൾ അതിൽ നിന്ന് കിട്ടിയ നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ മുഴുവൻ പ്രാവർത്തികമാക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. ആദ്യമായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവർക്കാണ്. അപ്പൊ ചേച്ചി നമ്മുടെ സ്കൂളിന്റെ ഒരു ഭാഗം തന്നെയാണ്. കൃത്യസമയത്ത് ഇവിടെ എത്തി എല്ലാ കാര്യങ്ങളിലും വേണ്ട മാർഗനിർദ്ദേശം തരുന്ന ചേച്ചിയെ SPC പദ്ധതിയുടെ പേരിലും ഈ സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്ത നമ്മുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ഷിജു സാറാണ്. അപ്പൊ സാറ് കാണുമ്പോഴെല്ലാം പറയും, ഞാൻ എത്തും, ഞാൻ വന്ന് കാണും, പരേഡിന് വരാം, പരിശീലനത്തിന് വരാം, ക്ലാസ് എടുക്കാൻ വരാം. സമയമില്ലെങ്കിൽ പോലും വളരെ ആത്മാർത്ഥത കാണിക്കുന്ന ഷിജു സാറിനെയും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ബിനു അവർകളാണ്. അപ്പോൾ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിക്കുന്ന PTA പ്രസിഡന്റ്, അതുപോലെ PTA മറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും സ്കൂളിന്റെ പേരിലും SPC പ്രോജക്ടിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സുദിനാണ്. എല്ലാ കാര്യങ്ങൾക്കും സുദിനും കൃത്യസമയത്ത് തന്നെ എത്തുകയും സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു മാർഗദീപം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ സുദിനെയും SPC പദ്ധതിയുടെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാർ സാറ് പിന്നെ ADNO ആണ്. സാറ് എല്ലാ കാര്യങ്ങളും വിളിച്ച് സമയങ്ങളിൽ അറിയിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ SPC പ്രോജക്ടിനെ ജില്ലയിൽ നയിക്കുന്ന സാറിനും SPC പദ്ധതിയുടെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ മാതൃസമിതിയുടെ പ്രസിഡന്റ് രസ്ന, അതുപോലെ SMC ചെയർമാനും SPC PTA പ്രസിഡന്റുമായിട്ടുള്ള നന്ദനൻ സാറ്, ബഹുമാന്യരായ രക്ഷിതാക്കൾ, അതുപോലെ പ്രിയപ്പെട്ട കുട്ടികൾ. ഇനി എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം നമ്മുടെ ബിജു സാറാണ്. കാരണം സാറ് SPC ഇന്നും സാറിന് ഒരു ലഹരിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. സാർ ഇതിൽ നിന്ന് പോയി എങ്കിലും സാറിന്റെ അഹോരാത്ര പ്രയത്നം, അതായത് 2 ആഴ്ചയായി സാറ് രാവിലെ 7 മണിക്ക് ഗ്രൗണ്ടിലെത്തി നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാത്തരം നിർദ്ദേശവും നൽകാറുണ്ട്. അപ്പോൾ സാറിന് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ശ്രീ അൻഷാ സാറും പോലീസ് സ്റ്റേഷനിലെ എല്ലാ തിരക്കുകൾക്കിടയിലും ചിലപ്പോൾ വീണു പോയി കേട്ടോ. അപ്പോൾ എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമുക്ക് Parade is over, madam. May I break the parade? UAC, take charge! Parade! Close order, march! Parade will below from the center. Ranks, left and right, take! Left and right, march! കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ പരേഡിൻ്റെ തത്സമയ സംപ്രേഷണമാണ് സാക്ഷിയുടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഇപ്പോൾ നൽകിയത്. ഈ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പാസിംഗ് ഔട്ട് പരേഡ് സമാപിച്ചിരിക്കുന്നു. അടുത്തതായി ഫോട്ടോ സെഷനാണ്.